നമസ്കാരം. എല്ലാവർക്കും ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം. ഇന്ന് 14 തീയതി ഡിസംബർ. നമുക്ക് പ്രധാന വാർത്തകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് 2 ന്യൂസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വൂണ്ടിങ് ദ സ്പിരിറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, പിന്നെ ട്രംപ്സ് റിട്ടേൺ ആൻഡ് സൗത്ത് ഏഷ്യ ഔട്ട്ലുക്ക്. ഇതിനകത്ത് വൂണ്ടിങ് ദ സ്പിരിറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ അതിന്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിലും മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂവിലും ഡിസ്കസ് ചെയ്യും. പിന്നെ കൂടാതെ GS2 വരുന്നതാണ് ഈ പറയുന്ന ട്രംപ്സ് റിട്ടേൺ ആൻഡ് ദ സൗത്ത് ഏഷ്യ ഔട്ട്ലുക്ക്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് IR വരുന്ന ഒരു ടോപ്പിക്കാണ്. അടുത്തതായിട്ട് പിന്നെ നമ്മൾ ഒരു പ്രിലിംസ് ക്വസ്റ്റ്യനും നമ്മൾ ഡിസ്കസ് ചെയ്യും. പ്രീവൈക്കുമാണ്. നമുക്ക് അധികം വൈകാതെ മുന്നോട്ട് പോകാം. വൂണ്ടിങ് ദ സ്പിരിറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ GS2 വരുന്ന ഒരു ടോപ്പിക്കാണ്. വൂണ്ടിങ് ദ സ്പിരിറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഈ ആർട്ടിക്കിൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ ജസ്റ്റിസ് ശേഖർ കുമാർ യാദവ് അലഹാബാദ് ഹൈക്കോർട്ടിലെ ഒരു ജസ്റ്റിസ് ആണ്. അദ്ദേഹത്തിന്റെ ഒരു സ്പീച്ച് ഡെലിവർ ആയിട്ടുണ്ടായിരുന്നു. ആ സ്പീച്ച് വളരെയധികം ഇപ്പൊ കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് പോവുകയാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ ആണ്. ആ സ്പീച്ച് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രേവ് വയലേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് ആൻഡ് ജുഡീഷ്യൽ പ്രൊപ്പറിറ്റി എന്നാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. അത് വളരെയധികം ചർച്ചാ വിഷയമാണ്. നമുക്കറിയാം നമ്മുടെ ഒപ്പോസിഷൻ പാർട്ടിയൊക്കെ രാജ്യസഭയിൽ, അതായത് രാജ്യസഭ ചെയർമാന് ഒരു ഇംപീച്ച്മെന്റ് നോട്ടീസ് ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഹൈക്കോടതി ജസ്റ്റിസിനെ ഇംപീച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഹൈക്കോടതി ജസ്റ്റിസിനെ ഇംപീച്ച് ചെയ്യണമെന്ന് പറയുന്ന നോട്ടീസ് ഒക്കെ രാജ്യസഭ ചെയർമാന് കൊടുക്കുകയുണ്ടായി. അപ്പൊ ഇതെല്ലാമായിട്ട് ബന്ധപ്പെടുത്തി ഈ ആർട്ടിക്കിൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഇതിന്റെ പ്രധാന പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഈ സ്പീച്ച് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വയലേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്പിരിറ്റ്. നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മുടെ ഒരു സുപ്രീം ഡോക്യുമെന്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പൊ ഈ സ്പീച്ച് എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിസ്ക്രൈബ്ഡ് ആസ് ഇൻസെന്റിയറി, ബിഗോട്ടഡ്, അതായത് കുറച്ച് ഹേട്രഡ് പരത്താൻ ശ്രമിക്കുന്നതും പിന്നെ അതുപോലെ കുറച്ച് ജനങ്ങൾക്കിടയിൽ അത് കത്തിക്കയറാൻ ചാൻസസ് ഉള്ള ടൈപ്പ് ഓഫ് കണ്ടന്റ് ആയിരുന്നു ഈ സ്പീച്ചിനകത്ത് ഉണ്ടായിരുന്നതെന്ന് പറയുന്നത്. ഇറ്റ്സ് ഓൾസോ ഹാർംഫുൾ വിത്ത് അണ്ടർടോൺസ് ഓഫ് ജെനോസൈഡൽ റെട്രിക്, undermining the essence of justice, liberty and equality enshrined in the ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത് കുറച്ചധികം മൈനോറിറ്റീസിനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ മൈനോറിറ്റീസിനെയൊക്കെ ഒരു പ്രെജുഡൈസോടെ കാണാനും ഒക്കെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സ്പീച്ച് ആയിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇത് എസെൻസ് ഓഫ് ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാളിറ്റി നമ്മുടെ ഫ്രണ്ട് പേജ്, അതായത് പ്രിയമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനെ ഇറ്റ്സെൽഫ് ഈ 3 ടേംസ് ഒക്കെ കൊടുക്കാറുണ്ട്. സോ അത് അണ്ടർമൈൻ ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്പീച്ച് ആയിരുന്നു. സോ ഇറ്റ്സ് എ വയലേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്പിരിറ്റ് എന്നാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. രണ്ടാമതായിട്ട് പറയുന്ന ഒരു പോയിന്റ് ഇത് ഡിസ്കസ് ചെയ്യുന്നത് കളക്റ്റീവ് അക്കൗണ്ടബിലിറ്റി ആണ്. ഈ ആർട്ടിക്കിൾ എംഫസൈസ് ചെയ്യുന്നു ഈ ഇൻസിഡന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ബിയോണ്ട് ഇൻഡിവിജ്വൽ മിസ്കോണ്ടക്ട്. ഒരു ഇൻഡിവിജ്വൽ മിസ്കോണ്ടക്റ്റിനപ്പുറം എംഫസൈസ് ചെയ്യേണ്ട ഒരു ഇൻസിഡന്റ് ആണ്. അതായത് വെറും ഒരു തരത്തിൽ ഇത് ഇംപീച്ച് ചെയ്ത് അല്ലെങ്കിൽ ഒരു സിംബോളിക് ആക്ഷൻസ് എടുത്ത്, ഇംപീച്ച്മെന്റ് പോലുള്ള സിംബോളിക് ആക്ഷൻസ് എടുത്ത് ഇദ്ദേഹത്തിനെ പുറത്താക്കുക മാത്രമല്ല ചെയ്യേണ്ടത്. ഇറ്റ് കോൾസ് ഫോർ സിസ്റ്റമിക് റെസ്പോൺസസ്. സിസ്റ്റത്തിൽ വരേണ്ട റെസ്പോൺസ്, സിസ്റ്റം കൊടുക്കേണ്ട, ഇതിനെതിരെ കൊടുക്കേണ്ട കുറെ റെസ്പോൺസ് അല്ലെങ്കിൽ ഇതിനെടുക്കേണ്ട ആക്ഷൻസ്, അതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. ജസ്റ്റ് സിംബോളിക് ആയിട്ട് പോകാതെ അതിനപ്പുറം ഒരു ഡീപ്പർ ക്രൈസിസ് അഡ്രസ് ചെയ്തുകൊണ്ടുള്ള ജുഡീഷ്യൽ പ്രൊപ്പറിറ്റിയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ അഡ്രസ് ചെയ്ത്, ജുഡീഷ്യൽ പ്രൊപ്പറിറ്റി ഞാൻ ഒരു സ്ലൈഡിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണെന്ന് എത്തിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. ജുഡീഷ്യൽ പ്രൊപ്പറിറ്റി എന്ന് ഇപ്പം ഞാൻ പറയുവാണെങ്കിൽ, ബേസിക് ആയിട്ട് പറയുവാണെങ്കിൽ ജഡ്ജസ് ഫോളോ ചെയ്യേണ്ട ഒരു കോഡ് ഓഫ് കോണ്ടക്ട് അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്യേണ്ട ഒരു ടൈപ്പ് ഓഫ് എറ്റിക്കറ്റ്സ്, അതൊക്കെയാണ് എന്ത് ജുഡീഷ്യൽ പ്രൊപ്പറിറ്റി എന്ന് പറയുന്നത്. അർജൻസി ഫോർ ആക്ഷൻ. ഈ സ്പീച്ച് അടുത്തതായിട്ട് ഇത് വളരെയധികം ഇറ്റ്സ് എ കോൾ ടു വയലൻസ്, necessitating a strong condemnation and collective accountability from the judiciary, political class and citizens. ഇതൊരു കളക്റ്റീവ് അക്കൗണ്ടബിലിറ്റിയുടെ കൂടെ ഒരു മാറ്റർ ആയിട്ട് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. കാരണം ഇത് ഒരു സ്ഥലത്തു നിന്ന് മാത്രം വരേണ്ട ഒരു തരത്തിലുള്ള റെസ്പോൺസ് അല്ല ഇവിടെ വേണ്ടത്. ഇറ്റ്സ് എ കളക്റ്റീവ് ആക്ഷൻ. സോ നമ്മൾ പറഞ്ഞു ഇറ്റ് അണ്ടർമൈൻസ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ്. സോ അത് ഒരു ജുഡീഷ്യറിയുടെ ഭാഗത്ത് നിന്ന്, ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ ഒരു കറക്റ്റീവ് വിൻഡോ ആയിട്ട് ആക്ട് ചെയ്യേണ്ടതാണ് സൊസൈറ്റിയുടെ മുൻപിൽ. അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ എന്താ ഒരു ജുഡീഷ്യറിക്ക് ആ തരത്തിലുള്ള ഒരു പവർ കൊടുത്തിട്ടുണ്ട്, ഒരു കറക്റ്റീവ് വിൻഡോ ആക്കുന്നത്. അപ്പൊ ആ കറക്റ്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് എടുക്കേണ്ട അല്ലെങ്കിൽ ഒരു നിയമത്തിനെ പ്രോപ്പർ ആയിട്ട് ജനങ്ങൾക്ക് ഉതകുന്ന വിധത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും പാഴ്ച വരികയാണെങ്കിൽ അതൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആളുകൾ തന്നെ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസിനെ അണ്ടർമൈൻ ചെയ്യുന്ന തരത്തിൽ സംസാരിക്കുമ്പോൾ ഇറ്റ്സ് എ ഫോം ഓഫ്, ഇറ്റ് കോൾസ് ഫോർ ദ അർജൻസി ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ അർജൻസി ഫോർ ആക്ഷൻ. ഓക്കെ, അടുത്തത് കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് എ കോമൺസ്.
കോൺസ്റ്റിറ്റ്യൂഷന് നമുക്കറിയാം ഒരു ഷെയർഡ് ലെഗസിയാണ് ഉള്ളത്. അതായത് പലതരത്തിലുള്ള വാല്യൂസ് അത് എംഫസൈസ് ചെയ്യുന്നുണ്ട്, ലൈക്ക് ഇൻക്ലൂസിവിറ്റി, പ്ലൂറാലിറ്റി ആൻഡ് സിവിൽ ഡിസൊബീഡിയൻസ്. ഇങ്ങനെ ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു രാജ്യത്ത് ഒരു യൂണിറ്റി കൊണ്ടുവരാനും ഒരു പ്ലൂറാലിറ്റി അഡ്രസ് ചെയ്യാനും, അതായത് യൂണിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവരും ജസ്റ്റ് ഒരു യൂണിഫൈ ചെയ്ത് ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിൽ കൊണ്ടുവരുന്നതിനപ്പുറം നമുക്കറിയാം നമ്മൾ കുറെ അഫർമേറ്റീവ് ആക്ഷൻസ് കൊടുക്കുന്നുണ്ട്. കാരണം തന്നെ അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള ഇൻക്ലൂസിവിറ്റി, ഈ തരത്തിലുള്ള ഡൈവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ ആ പ്ലൂറാലിറ്റിയെ സെലിബ്രേറ്റ് ചെയ്യുക, സിവിൽ ഡിസൊബീഡിയൻസ്, ആ മാർഗങ്ങളൊക്കെ പണ്ട് ഗാന്ധിജിയെ പോലുള്ളവരൊക്കെ സ്വീകരിച്ച കാര്യമൊക്കെ നമുക്കറിയാം. അതൊക്കെ എന്തുവാ, ആ ഒരു തരത്തിലുള്ള വാല്യൂസ് ഒക്കെ അപ്ഹോൾഡ് ചെയ്യാൻ വേണ്ടി. സോ സിറ്റിസൺസ് ആർ ആസ്ക്ഡ് ടു റീഅഫേം ദർ കമ്മിറ്റ്മെന്റ്സ് ടു ദീസ് പ്രിൻസിപ്പിൾസ് ത്രൂ കളക്റ്റീവ് ആക്ഷൻ. ഇതിലെല്ലാം എന്താ വേണ്ട, ഒരു ടൈപ്പ് ഓഫ് കളക്റ്റീവ് ആക്ഷൻ ആണ് വേണമെന്നാണ് ആർട്ടിക്കിളിൽ പറയുന്നത്. പിന്നെ കൂടാതെ റോൾ ഓഫ് സിവിൽ ഡിസൊബീഡിയൻസ്, ഇതൊരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റുമായിട്ട് ഇന്ത്യയുടെ ഹിസ്റ്ററി ഓഫ് സത്യാഗ്രഹിയുമായിട്ട് ചേർത്ത് ഒരു പാരലായിട്ട് വായിക്കാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഒരു അഭിപ്രായമാണ് ഇത്, റോൾ ഓഫ് സിവിൽ ഡിസൊബീഡിയൻസ് എന്ന് പറയുന്നത്. ഈ ആർട്ടിക്കിൾ അഡ്വക്കേറ്റ് ചെയ്യുന്ന ഒരു റെസിസ്റ്റൻസ് വേണം എഗെയിൻസ്റ്റ് പൊളിറ്റിക്കൽ ആൻഡ് ജുഡീഷ്യൽ ഔട്ട്റീച്ച്. അവരുടേതായ പവേഴ്സിന് എക്സീഡ് ചെയ്ത് അല്ലെങ്കിൽ അതിൽ ഓവർ റീച്ച്, കൂടുതൽ കടന്നു കടത്തി, അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ അപ്പുറം അത് കോംപ്രമൈസ് ചെയ്തുകൊണ്ടുള്ള ഔട്ട്റീച്ച്, അതൊക്കെ വരുമ്പം അവിടെ ആരാ അഡ്വക്കേറ്റ് ചെയ്യേണ്ടത്, അവിടെ ആരാണ് അതിന് ആക്ഷൻ എടുക്കേണ്ടത്, അത് ഒരു ഫോം ഓഫ് സിവിൽ സൊസൈറ്റി എന്നാണ് അത് വരേണ്ടതെന്നാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. ഇറ്റ് അണ്ടർസ്കോഴ്സ് ദ നീഡ് ഫോർ പബ്ലിക് ആക്ഷൻ ടു റെസ്റ്റോർ ഡിഗ്നിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഇൻ ജുഡീഷ്യൽ കോണ്ടക്ട്. പിന്നെ കൂടാതെ കോൾ ഫോർ യൂണിറ്റി, അടുത്ത ഒരു കാര്യമാണ് കോൾ ഫോർ യൂണിറ്റി എന്ന് പറയുന്നത്. ദ ആർട്ടിക്കിൾ കൺക്ലൂഡ്സ് ബൈ ഇൻവോക്കിംഗ് ദ വി ഇൻ ദ പ്രിയമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതിന്റെ അവസാനം വി, ആ ഒരു വേർഡ് വെച്ചിട്ടാണ് ഇത് അവസാന ഭാഗങ്ങളിൽ നമുക്ക് ഈ ആർട്ടിക്കിൾ മുന്നോട്ട് പോകുന്നത്. അത് വി എന്ന് പറയുന്ന ആ ഒരു വേർഡിന്റെ ആ ഒരു പവറിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഒരു യൂണിറ്റിയുടെ ഒരു കോളാണ് അവിടെ കൊടുക്കുന്നത്. ഓക്കെ, അത് പ്രിയംബ്ലി നമുക്കറിയാം, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, അങ്ങനെയാണ് തുടങ്ങുന്നത്. അസർട്ടിങ് ദാറ്റ് ഇന്ത്യ ഈസ് ഡൈവേഴ്സ് ആണ് ഇന്ത്യ, അതുപോലെ പ്ലൂറലിസ്റ്റിക് ആണ് നേഷൻ എന്ന് പറയുന്നത്. വളരെ തരത്തിലുള്ള ഡിഫറൻസസ് കാണും. വേർ നോ സിംഗിൾ ഐഡിയോളജി ഷുഡ് ഡോമിനേറ്റ് ആൻഡ് ഓൾ ആക്ഷൻസ് മസ്റ്റ് അലൈൻ വിത്ത് ദ കോർ പ്രിൻസിപ്പിൾസ് ഓഫ് ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫ്രാറ്റേണിറ്റി. ഓക്കെ, ഈ 4 പ്രിൻസിപ്പിൾസിന്റെ അണ്ടർലൈൻ ചെയ്യണം, അല്ലെങ്കിൽ അതിന് ഒരു സുപ്രീമസി, അല്ലെങ്കിൽ അതിനൊരു അതുമായിട്ട് ചേർന്ന് അലൈൻ ചെയ്ത് വേണം നമ്മുടെ പ്രിൻസിപ്പിൾസ് മുൻപോട്ട് പോകാൻ എന്നാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. ഇൻ സമ്മറി, ദ ആർട്ടിക്കിൾ കണ്ടംസ് ജസ്റ്റിസ് യാദവ്സ് റിമാർക്ക് ആസ് എ സിവിയർ ബ്രച്ച് ഓഫ് ജുഡീഷ്യൽ എത്തിക്സ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ്, urging collective action and accountability to uphold the integrity of the judiciary and constitution. Okay, സോ ഇതൊരു സിവിയർ ബ്രച്ച് ആയിട്ടാണ് കാണുന്നത് ജുഡീഷ്യൽ എത്തിക്സിന്റെ അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസിന്റെ. ഇത് GS4 ഒരു ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അതുമായിട്ട് ചേർത്ത് നമുക്ക് വായിക്കാവുന്നതാണ്. അർജിങ് കളക്റ്റീവ് ആക്ഷൻ ആൻഡ് അക്കൗണ്ടബിലിറ്റി ടു അപ്ഹോൾഡ് ദ ഇന്റഗ്രിറ്റി ഓഫ് ദ ജുഡീഷ്യറി ആൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇത് കൂടാതെ ജുഡീഷ്യൽ പ്രൊപ്രിയറ്റിയുടെ ഒരു സ്ലൈഡ് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. നമുക്ക് എന്താണ് ജുഡീഷ്യൽ പ്രൊപ്രിയറ്റി എന്ന് നോക്കാം. റെഫേഴ്സ് ടു ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് അപ്രോപ്രിയേറ്റ് ബിഹേവിയർ, കോണ്ടക്ട് ആൻഡ് എത്തിക്സ് എക്സ്പെക്ടഡ് ഓഫ് ജഡ്ജസ് ഇൻ ദർ പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ ലൈഫ്സ്. ഒരു ജഡ്ജിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന അവരുടെ പ്രൊഫഷണൽ ലൈഫിലും അവരുടെ പേഴ്സണൽ ലൈഫിലും എക്സ്പെക്ട് ചെയ്യുന്ന കുറെ ബിഹേവിയറും കോണ്ടക്റ്റിനെയാണ് എന്ത് വിളിക്കുന്നത്, ജുഡീഷ്യൽ പ്രൊപ്രിയറ്റി എന്ന് വിളിക്കുന്നത്. ഇറ്റ് എംബോഡീസ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഫെയർനെസ്, ഇംപാർഷ്യാലിറ്റി, ഇന്റഗ്രിറ്റി ആൻഡ് റെസ്പെക്ട് ഫോർ ദ റൂൾ ഓഫ് ലോ. റൂൾ ഓഫ് ലോ നിയമം വഴി സ്ഥാപിതമായതാണ്. സോ ആ നിയമത്തിന് കീഴിൽ എല്ലാവരും തുല്യരാന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ ആ നിയമം ആണ് അവിടെ, അതിനാണ് ഒരു എന്താ റൂൾ ഓഫ് ലോ ആണ് അവിടെ. ഓക്കെ, അതിനൊരു റൂൾ ഓഫ് ലോയ്ക്ക് റെസ്പെക്ട് ചെയ്യുക. ഓക്കെ, അതിലൊരു തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആ പ്രിൻസിപ്പിൾസ് അപ്ഹോൾഡ് ചെയ്യുക, ഫെയർനെസ്, ഇംപാർഷ്യാലിറ്റി, ഇന്റഗ്രിറ്റി ഒക്കെ അപ്ഹോൾഡ് ചെയ്യുക, എൻഷുറിംഗ് ദാറ്റ് ജഡ്ജസ് മെയിൻറ്റെയിൻ പബ്ലിക് ട്രസ്റ്റ് ഇൻ ദ ജുഡീഷ്യറി. കീ ആസ്പെക്ട്സ് ഓഫ് ജുഡീഷ്യൽ പ്രോപ്പർട്ടി ഇൻക്ലൂഡ് ഇംപാർഷ്യാലിറ്റി, അതായത് ജഡ്ജസ് ബയസ്ഡ് ആയിട്ട് തീരുമാനം എടുക്കരുത്. ഷുഡ് മെയിൻറ്റെയിൻ എ ന്യൂട്രാലിറ്റി, ഡിസൈഡിങ് കേസസ് ബേസ്ഡ് സോൾലി ഓൺ ഫാക്ട്സ് ആൻഡ് ദ ലോ. പിന്നെ അടുത്തത് എന്താ, ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന ആസ്പെക്ട്. ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ ദേ ഷുഡ് ആക്ട് വിത്ത് ഓണസ്റ്റി ആൻഡ് അപ്ഹോൾഡ് ദ ഹയസ്റ്റ് മോറൽ സ്റ്റാൻഡേർഡ്സ്. അതായത് അവർ ഒരു ഹയസ്റ്റ് മോറൽ സ്റ്റാൻഡേർഡ്സ് അവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, അത് അവർ അപ്ഹോൾഡ് ചെയ്യുക, ഒരു ഇന്റഗ്രിറ്റി ഉണ്ടാവുക ക്യാരക്ടറിൽ. പിന്നെ കൂടാതെ എന്താ, റെസ്ട്രെയിൻഡ് ഇൻ സ്പീച്ച് ആൻഡ് കോണ്ടക്ട്. ജഡ്ജസ് മസ്റ്റ്
exercise caution in public statements or action that could undermine the impartiality of the or the dignity of their office. അവർ സ്ഥാനത്തിരിക്കുന്നതാണ്. സോ അവർക്ക് കുറെ റെസ്ട്രെയിൻസ് ഉണ്ട് സ്പീച്ചിലും കോണ്ടക്റ്റിലും ഒക്കെ. അവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. സോ ദേ ഷുഡ് ബി കോഷ്യസ് അബൌട്ട് ദ പബ്ലിക് സ്റ്റേറ്റ്മെന്റ്സ് ഓർ ആക്ഷൻസ് ദാറ്റ് അണ്ടർമൈൻ ദർ ഇമ്പാർഷ്യാലിറ്റി. അവരുടെ ഇമ്പാർഷ്യാലിറ്റി അണ്ടർമൈൻ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഒഴിവാക്കുക പബ്ലിക്കിൽ. പിന്നെ അതുപോലെ അവരുടെ ഡിഗ്നിറ്റി, ആ ഒരു ഓഫീസിന്, ആ ജഡ്ജ് എന്ന് പറയുന്ന ആ ഒരു ഓഫീസിന് അവിടെ ഒരു ഡിഗ്നിറ്റി ഉണ്ട്. ആ ഡിഗ്നിറ്റിയെ ഹേർട്ട് ചെയ്യുന്ന കാര്യങ്ങളും അവരുടെ സ്പീച്ചിൽ ഒഴിവാക്കുക. പിന്നെ അടുത്തതായിട്ട് പറയുന്ന റെസ്പെക്ട് ഫോർ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് നമ്മൾ കുറച്ചു മുന്നേ തന്നെ പറഞ്ഞു, ഷുഡ് അലൈൻ വിത്ത് പ്രിൻസിപ്പിൾസ് ഓഫ് ജസ്റ്റിസ്, ഇക്വാളിറ്റി ആൻഡ് ഫെയർനെസ്. അത് അവരുടെ ഓരോ ഡിസിഷൻസിലും അവരുടെ ഓരോ ബിഹേവിയറിലും ഈ 3 പ്രിൻസിപ്പിൾസ് എൻഷ്രൈൻ ചെയ്തിരിക്കുന്ന, കോൺസ്റ്റിറ്റ്യൂഷനെ എൻഷ്രൈൻ ചെയ്തിരിക്കുന്ന ഈ 3 പ്രിൻസിപ്പിൾസ് അവർ അപ്ഹോൾഡ് ചെയ്യുക. പിന്നെ കൂടാതെ അവോയ്ഡൻസ് ഓഫ് പൊളിറ്റിക്കൽ ഇൻവോൾവ്മെന്റ്. ജഡ്ജസ് ഷുഡ് ഡിസ്റ്റൻസ് ദംസെൽസ് ഫ്രം പൊളിറ്റിക്കൽ അഫിലിയേഷൻസ് ഓർ ഐഡിയോളജീസ് ടു പ്രിവെന്റ് കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ്. അവർ പൊളിറ്റിക്കൽ അഫിലിയേഷൻസ് ആയിട്ട് ചേർന്ന് പോകാതെ അല്ലെങ്കിൽ ഐഡിയോളജീസുമായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യാതെ മുൻപോട്ട് പോവുക. അതിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് കൊടുക്കുക. കാരണം എന്നാന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് അവിടെ ഉണ്ടാകുന്നത്. എത്തിക്സിൽ നമ്മൾ പഠിക്കുന്ന കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ ലൈഫും പബ്ലിക് ലൈഫും അവർക്ക് ഒരു ബാലൻസ് വേണം. അത് വേണം. അത് കൂടാതെ അവരുടേതായ ഐഡിയോളജി പ്രകാരം പോകുന്ന സമയത്ത് അവിടെ ഒരു കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് വരും. അവിടെ ഒരു കോൺഫ്ലിക്ട് ഉണ്ടാവും അവരുടെ താല്പര്യങ്ങളിൽ. സോ അത് ഒന്ന് ശ്രദ്ധിക്കുക. ജുഡീഷ്യൽ പ്രോപ്പർട്ടി എൻഷുവേഴ്സ് ദാറ്റ് ദ judiciary remains independent, credible and a trusted guardian of constitutional right. അപ്പൊ ജുഡീഷ്യൽ പ്രോപ്പർട്ടി എന്താ എൻഷുർ ചെയ്യും? ജുഡീഷ്യറി എന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള, ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള, ഒരു ട്രസ്റ്റഡ് ഗാർഡിയൻ ആയിട്ട് നമ്മൾ എന്താ ട്രസ്റ്റഡ് ഗാർഡിയൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് ആയിട്ട് എൻഷുർ ചെയ്യാൻ ഈ ജുഡീഷ്യൽ പ്രോപ്പർട്ടി സഹായിക്കും. ഓക്കെ, ഇനി ഇംപീച്ച്മെന്റ് പ്രോസസ് എന്തൊക്കെയാണെന്ന് ഇതൊരു പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകും. എന്താണ് ഇംപീച്ച്മെന്റ് പ്രോസസ് ജഡ്ജസിന്റെ? നമുക്ക് എന്താണെന്ന് നോക്കാം. ദ പ്രോസസ് ഇൻവോൾവ്സ് പാർലമെന്റ് പാസിംഗ് ആൻ അഡ്രസ് ടു ദ പ്രസിഡന്റ് ടു റിമൂവ് ദ ജഡ്ജ്. ആദ്യം എന്താ ചെയ്യുന്നത്? പാർലമെന്റ് ഒരു അഡ്രസ് പ്രസിഡന്റിന് പാസ് ചെയ്യും. എന്തിനു വേണ്ടിയാ? ടു റിമൂവ് ദ ജഡ്ജ്. ടു പാസ് ദ മോഷൻ. ഈ മോഷൻ പാസ് ആണെങ്കിൽ എന്താ വേണ്ടത്? 2/3 ഓഫ് MPs പ്രസന്റ് ആൻഡ് വോട്ടിംഗ് ഇൻ ബോത്ത് ലോക്സഭ ആൻഡ് രാജ്യസഭ. ബോത്ത് ലോക്സഭയിലും രാജ്യസഭയിലും എന്താ 2/3 ഓഫ് MPs പ്രസന്റ് ആയിരിക്കണം, അതുപോലെ വോട്ടിംഗും ചെയ്തിരിക്കണം. ഓക്കെ, ഇത് പാസ് ആവാൻ വേണ്ടി must approve it with a majority of more than 50% of the total membership of each house. അതൊരു പെക്യുലാരിറ്റി ആണ്. മജോറിറ്റി ഓഫ് മോർ ദാൻ, എത്ര മജോറിറ്റി വേണ്ട? മോർ ദാൻ 50% ഓഫ് ദ ടോട്ടൽ മെമ്പർഷിപ്പ് ഓഫ് ഈച്ച് ഹൗസ്. പിന്നെ കുറച്ച് കീ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ് ഈ ജഡ്ജസിനെ റിമൂവ് ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് നോക്കാം. ആർട്ടിക്കിൾ 124 4 ആണ്, 4 ക്ലോസ് ആണ്. അതിനകത്ത് വരുന്നത് ദ ജഡ്ജ് ക്യാൻ ഓൺലി ബി റിമൂവ്ഡ് ബൈ എ പ്രസിഡൻഷ്യൽ ഓർഡർ. അതാണ് നമ്മൾ പറഞ്ഞത്, പ്രസിഡന്റിനാണ് ഇവര് കത്തൊക്കെ കൊടുക്കുന്നത്. അതായത് പാർലമെന്റ് പാസിംഗ് ആൻഡ് അഡ്രസ് ടു ദ പ്രസിഡന്റ് എന്നാണ്. സോ ഒരു പ്രസിഡൻഷ്യൽ ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജഡ്ജിനെ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. പാസ്ഡ് ആഫ്റ്റർ എ മജോറിറ്റി വോട്ട് ഇൻ ബോത്ത് ഹൗസസ് ഓഫ് പാർലമെന്റ്. അത് നമ്മൾ പറഞ്ഞു. അത് ആർട്ടിക്കിൾ 124(4) വരുന്നത്. ഓക്കെ, അടുത്തതായിട്ട് ദ വോട്ട് മസ്റ്റ് കം ഫ്രം 2/3 ഓഫ് ദ മെമ്പേഴ്സ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ്. അത് നമ്മൾ പറഞ്ഞു. ഇതും ആർട്ടിക്കിൾ 124(4) വരുന്നതാണ്. ഈ ആർട്ടിക്കിൾ 218 ഇത് ഹൈക്കോടതി ജഡ്ജസിലേക്കും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ തൊട്ടു മുന്നേ പറഞ്ഞത് കൂടാതെ ആർട്ടിക്കിൾ 218 എന്തായത്? സുപ്രീം കോടതി ജഡ്ജസ് മാത്രമല്ല, അത് ഹൈക്കോടതി ജഡ്ജസിലേക്കും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ആർട്ടിക്കിൾ 218 പ്രകാരം ദ ഇംപീച്ച്മെന്റ് പ്രോസസ് എൻഷുവേഴ്സ് ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസ് by maintaining a high bar for removal, limiting political influence. അപ്പൊ ഇതെന്താ? ഒരു ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസ് എൻഷുർ ചെയ്യുന്നുണ്ട് ഈ ഇംപീച്ച്മെന്റ് പ്രോസസ്. ഒരു ഹൈ ബാർ അത് കൊടുക്കുന്നുണ്ട്. അതായത് അത് വളരെയധികം ഒരു പല ടൈപ്പിലുള്ള പ്രക്രിയ കൂടെയാണ് ഇത് പോകുന്നത്. പല വോട്ടിംഗ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അവിടെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസിനേക്കാൾ അവിടെ കുറെ അതിനപ്പുറമുള്ള കുറെ അധികം സ്റ്റെപ്സിലൂടെ ഇത് കടന്നു പോകുന്നുണ്ട്. അപ്പൊ ഗ്രൗണ്ട്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇംപീച്ച്മെന്റിന്റെ. എ ജഡ്ജ് ഓഫ് ദ സുപ്രീം കോർട്ട് ഓർ ഹൈക്കോർട്ട് ക്യാൻ ബി ഇംപീച്ച്ഡ് ഓൺ 2 ഗ്രൗണ്ട്സ്. 2 ഗ്രൗണ്ട്സ് പ്രകാരമാണ് സുപ്രീം കോർട്ടിന്റെ ജഡ്ജിനെയോ അല്ലെങ്കിൽ ഹൈക്കോർട്ടിന്റെ ജഡ്ജിനെയോ ഇംപീച്ച് ചെയ്യുന്നത്. അത് ഒന്നാമത്തത് പ്രൂവ്ഡ് മിസ്ബിഹേവിയർ ആണ്. ഫസ്റ്റ് വൺ പ്രൂവ്ഡ് മിസ്ബിഹേവിയർ ഓർ ഇൻകപ്പാസിറ്റി. ഈ 2 കാര്യങ്ങൾ കൊണ്ടാണ് അവരെ പുറത്താക്കുന്നത്. എങ്ങനെയാണ്? ആര് പറഞ്ഞതാണിത്? നമ്മുടെ ഇത് ഗ്രൗണ്ട്സ് ആണ്. ആസ് പെർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗ്രൗണ്ട്സ് രണ്ടെണ്ണമാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഗ്രൗണ്ട്സ്. അത് പ്രൂവ്ഡ് മിസ്ബിഹേവിയറോ അല്ലെങ്കിൽ ഇൻകപ്പാസിറ്റിയോ ആണ്. പിന്നെ കൂടാതെ ഫർദർ ക്ലാരിഫൈഡ് ഇൻ ജഡ്ജസ് ഇൻക്വയറി ആക്ട് 1968. ഈ ആക്ട് പ്രകാരം ഇൻക്ലൂഡിംഗ് മിസ്യൂസ് ഓഫ് ഓഫീസ്, ഇതുകൊണ്ടും ഈ 3 താഴെ പറയുന്ന കാര്യങ്ങൾ കൊണ്ടും ഇംപീച്ച്മെന്റ് നടത്താം.
ഒന്നാമത്തത് മിസ്യൂസ് ഓഫ് ഓഫീസ്, അവരുടെ ഓഫീസ് അവർ ദുരുപയോഗം ചെയ്യുക. രണ്ടാമത്തെ തന്നെ ഗ്രേവ് ഒഫൻസസ് ദാറ്റ് അണ്ടർമൈൻ ദ ജഡ്ജസ് ഇന്റഗ്രിറ്റി, അതായത് അവർക്ക് വളരെയധികം കഠിനമായിട്ടുള്ള ഒഫൻസ് ചെയ്യുക, അതൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് ജുഡീഷ്യൽ ഇന്റഗ്രിറ്റി അല്ലെങ്കിൽ ജഡ്ജസിന്റെ ഇന്റഗ്രിറ്റിയെ ഹാം ചെയ്യുന്ന വിധത്തിലുള്ള ഒഫൻസസ് ചെയ്യുവാണെങ്കിലും അതും ഒരു ഗ്രൗണ്ട് ഫോർ ഇംപീച്ച്മെന്റ് ആണ് ആസ് പെർ ജഡ്ജസ് ഇൻക്വയറി ആക്ട് 1968. പിന്നെ ഒരു ഗ്രൗണ്ടും കൂടെ ഉണ്ട്, കോൺട്രവെൻഷൻ ഓഫ് ദ പ്രൊവിഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് കോൺട്രവെന്റ് ചെയ്യുക, അത് ഇവിടെ ആപ്ലിക്കബിൾ ആണ്. ജഡ്ജസ് ഇൻക്വയറി ആക്ട് 1968 പ്രകാരം അതും ഒരു ഗ്രൗണ്ട് ആണ് ഇംപീച്ച്മെന്റിന്. ഓക്കെ, ഈ മൂന്ന് കാര്യങ്ങൾ, ഇതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കി വെക്കുക. കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രകാരം രണ്ട് ഇംപീച്ച്മെന്റ് ഗ്രൗണ്ട്സ് ആണുള്ളത്. അതായത് ഫസ്റ്റ് വൺ ഈസ് പ്രൂവ്ഡ് മിസ്ബിഹേവിയർ ഓർ ഇൻകപ്പാസിറ്റി. ഓക്കെ, അത് ഓർത്ത് വെച്ചേക്കുക, അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഗ്രൗണ്ട്സ് ആണ്. മറ്റേതല്ല ജഡ്ജസ് ഇൻക്വയറി ആക്ട് 1968 പ്രകാരം വരുന്നതാണ്. ഈ പ്രൊസീജിയർ അണ്ടർ ദ ജഡ്ജസ് ഇൻക്വയറി ആക്ട് 1968, ഇനിഷ്യൽ സ്റ്റെപ്പ് എന്താണ്? ഒരു ഇംപീച്ച്മെന്റ് മോഷൻ സൈൻ ചെയ്യണം. എത്ര പേരാ? അറ്റ്ലീസ്റ്റ് 100 MPs ഇൻ ലോക്സഭ ആൻഡ് 50 MPs ഇൻ രാജ്യസഭ. ഈ ഒരു മോഷൻ സൈൻ ചെയ്താൽ മാത്രമേ, 100 MPമാര് ലോക്സഭയിലും സൈൻ ചെയ്യണം, 50 MPമാര് രാജ്യസഭയിലും സൈൻ ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് ഇംപീച്ച്മെന്റ് മോഷൻ നമുക്ക് ഇനിഷ്യൽ സ്റ്റെപ്പ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. രണ്ടാമത് ഇതൊരു കമ്മിറ്റി ഫോം ചെയ്യണം. വൺസ് ദ മോഷൻ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ്, ഇത് മോഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ, ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത് 100 MPമാര് ലോക്സഭയിലും 50 MPമാര് രാജ്യസഭയിലും സൈൻ ചെയ്യണം ആ പെറ്റീഷൻ. ഓക്കെ, അത് മോഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ദ സ്പീക്കർ ഓർ ചെയർപേഴ്സൺ ഓഫ് റെസ്പെക്ടീവ് ഹൗസ് ഫോംസ് എ 3-member ഇൻക്വയറി കമ്മിറ്റി. ഒരു 3-member ഇൻക്വയറി കമ്മിറ്റി ഫോം ചെയ്യും, ഹെഡഡ് ബൈ ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഓർ സുപ്രീം കോർട്ട് ഓർ എ സുപ്രീം കോർട്ട് ജഡ്ജ്. ഒന്നെങ്കിൽ അത് ഹെഡ് ചെയ്യുന്നത് ഒരു ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയോ അല്ലെങ്കിൽ ഒരു സുപ്രീം കോർട്ട് ജഡ്ജോ ആയിരിക്കും അത് ഹെഡ് ചെയ്യുന്നത്. രണ്ടാമത്തത് സെക്കൻഡ് മെമ്പർ ഈസ് യൂഷ്വലി എ ചീഫ് ജസ്റ്റിസ് ഓഫ് എനി ഹൈക്കോർട്ട്. ഒരു ഹൈക്കോർട്ടിലെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കും രണ്ടാമത്തെ മെമ്പർ എന്ന് പറയുന്നത്. ഒരു തേർഡ് മെമ്പർ എന്ന് പറയുന്നത് ഈസ് എ ഡിസ്റ്റിങ്ക്വിഷ്ഡ് ജൂറിസ്റ്റ് അപ്പോയിന്റഡ് ബൈ സ്പീക്കർ ഓർ ചെയർമാൻ. അപ്പൊ ഈ മൂന്ന് പേരുടെയും കൂടെ ഒരു ഇതാണ് ഇൻക്വയറി കമ്മിറ്റി. അവരാണ് അന്വേഷിക്കുന്നത്. എന്നിട്ട് തന്നെ എടുക്കും, ഇൻക്വയറി പ്രോസസ്സ് നടത്തും. ദ കമ്മിറ്റി ഇൻവെസ്റ്റിഗേറ്റ്സ് ദ ചാർജസ്, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക ചാർജ്, പിന്നെ ക്രോസ് എക്സാമിൻ ചെയ്യും വീക്ക്നെസ്സിനെ എല്ലാം. പിന്നെ ഈ പ്രൊസീജിയർ എല്ലാം റെഗുലേറ്റ് ചെയ്യും. The committee may also request a medical test if the charge relates to mental incapacity. നമ്മൾ പറഞ്ഞു mental incapacity ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഗ്രൗണ്ട് ആണെന്ന് പറഞ്ഞു. ഇൻകപ്പാസിറ്റി എന്ന് പറയുന്നത് ജഡ്ജിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി. സോ അങ്ങനെ ഒരു കാര്യത്തിലാണെങ്കിൽ ഒരു മെഡിക്കൽ ടെസ്റ്റിന് റിക്വസ്റ്റ് ചെയ്യും ഈ കമ്മിറ്റി. ഔട്ട്കം എന്തൊക്കെയാണ്? ഇഫ് ദ കമ്മിറ്റി ഫൈൻഡ്സ് ദ ജഡ്ജ് നോട്ട് ഗിൽറ്റി, ദ മോഷൻ ഈസ് ഡിസ്മിസ്ഡ്. കമ്മിറ്റി ഫൈൻഡ് ചെയ്യുക ഈ ജഡ്ജ് ഗിൽറ്റി അല്ലാന്ന്, അങ്ങനെയാണെങ്കിൽ ആ മോഷൻ അവിടെ ഡിസ്മിസ് ചെയ്യും. ഗിൽറ്റി ആണെങ്കിൽ ഇറ്റ് വിൽ ബി റിപ്പോർട്ടഡ് ബാക്ക് ടു ദ ഹൗസ് ഫോർ ഫർദർ ആക്ഷൻ. റിപ്പോർട്ട് ചെയ്യും അത് ഹൗസിലേക്ക് ഫർദർ ആക്ഷന് വേണ്ടി. അങ്ങനെ ഇംപീച്ച്മെന്റ് പ്രോസസ്സ് നടത്തിയ കുറച്ച് ഇൻസ്റ്റൻസസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഇൻസ്റ്റൻസസ് നടന്നിട്ടുള്ളൂ. അത് 1993 ജസ്റ്റിസ് വി രാമസ്വാമി, സുപ്രീം കോർട്ടിലെ ഒരു ജഡ്ജായിരുന്നു. അദ്ദേഹം ഇംപീച്ച്മെന്റ് പ്രൊസീഡിങ്സ് ഫേസ് ചെയ്തു. ഫിനാൻഷ്യൽ ഇംപ്രോപ്രിറ്റി കൊണ്ടാണ്. ആ ഒരു എത്തിക്സ് ഇല്ലാതെ, അല്ലെങ്കിൽ ആ ഒരു ഫിനാൻഷ്യൽ ഇംപ്രോപ്രിറ്റി കൊണ്ടാണ് അവിടെ അദ്ദേഹത്തിന് എതിരെ ചാർജസ് ഉണ്ടാകാൻ കാരണം. ദ മോഷൻ വാസ് അൺസക്സസ്ഫുൾ ഡെസ്പൈറ്റ് എ ഗിൽറ്റി ഫൈൻഡിങ്. അപ്പൊ ആ മോഷൻ അൺസക്സസ്ഫുൾ ആയിരുന്നു. ഇത് ഇംപീച്ച്മെന്റ് നടത്തിയ പ്രൊസീഡിങ്സിന്റെ കാര്യമാണ് കേട്ടോ. പിന്നെ രണ്ടാമതായിട്ട് 2011 തൊട്ടുമുന്നേ പറഞ്ഞ വി രാമസ്വാമിയുടെ ആ മോഷൻ എന്ന് പറയുന്നത് അൺസക്സസ്ഫുൾ ആയി കേട്ടോ. ഗിൽറ്റി ഫൈൻഡിങ് ഉണ്ടായെങ്കിലും അത് അൺസക്സസ്ഫുൾ ആയിരുന്നു. പക്ഷെ 2011 ജസ്റ്റിസ് സൗമിത്ര സെൻ, കൽക്കട്ട ഹൈക്കോർട്ടിലെ ഒരു ജഡ്ജ് ആയിരുന്നു, വാസ് ഇംപീച്ച്ഡ് ഫോർ കറപ്ഷൻ ബട്ട് റിസൈൻഡ് ബിഫോർ ലോക്സഭ കുഡ് ടേക്ക് അപ്പ് ദ മാറ്റർ. പക്ഷെ ലോക്സഭ എടുക്കുന്നതിന് മുന്നേ തന്നെ ഇംപീച്ച് ചെയ്തിരുന്നു, പക്ഷേ റിസൈൻ ചെയ്തിരുന്നു ആക്ഷൻ എടുക്കുന്നതിന് മുന്നേ തന്നെ. പിന്നെ ഉള്ളത് ജസ്റ്റിസ് SK ഗാംഗുലി, അതൊരു മധ്യപ്രദേശ് ഹൈക്കോർട്ടിലെ ഒരു ഇംപീച്ച്മെന്റ് ഫേസ് ചെയ്ത് ഫോർ ചാർജസ് ഓഫ് സെക്ഷൽ ഹറാസ്മെന്റ് 2015. ബട്ട് ദ കമ്മിറ്റി ക്ലിയർഡ് ഹിം ഇൻ 2017. 2015 പിന്നെ ഒരു കേസ് ഉണ്ടായി. JB പാർദിവാല എന്ന് പറഞ്ഞ് ഗുജറാത്ത് ഹൈക്കോർട്ടിലെ ഒരു ജഡ്ജായിരുന്നു. ഫേസ്ഡ് ഇംപീച്ച്മെന്റ് ഫോർ controversial remarks about reservation, but the motion was dropped after the judge expunged the remarks. 2017 ഒരു കേസ് ഉണ്ടായി. CV Nagarjuna, Justice Andhra Pradesh and Telangana High Court, faced impeachment for financial misconduct and victimizing a Dalit judge, but the motion was not pursued. അപ്പൊ കുറെ കാര്യങ്ങളിലൊന്നും ഇത് ഫൈനലി വന്നപ്പം
ചില ആളുകൾ തന്നെ അവരെ ലീവ് ചെയ്തു. പിന്നെ കൂടാതെ കുറെ പേര് കുറെ കേസ് ഇത് അൺസക്സസ്ഫുൾ ആയിരുന്നു. അങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. പിന്നെ രണ്ടാമത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആർട്ടിക്കിൾ ട്രംപ്സ് റിട്ടേൺ ആൻഡ് ദ സൗത്ത് ഏഷ്യ ഔട്ട്ലുക്ക് എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ്. GS2 ഇമ്പോർട്ടന്റ് ആണ്. ട്രംപ്സ് റിട്ടേൺ ആൻഡ് ദ സൗത്ത് ഏഷ്യ ഔട്ട്ലുക്ക്. ഈ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഈ ടൈറ്റിലുള്ള പോലെ തന്നെ ദ പൊട്ടൻഷ്യൽ ഇമ്പാക്ട് ഓഫ് ഡൊണാൾഡ് ട്രംപ്സ് റിട്ടേൺ ആസ് ദ പ്രസിഡന്റ് ഇൻ 2025. അതിന്റെ ഇമ്പാക്ട്സ് നമ്മൾ നോക്കും, പർട്ടിക്കുലർലി ഓൺ സൗത്ത് ഏഷ്യൻ റീജിയൻ വിത്ത് ഫോക്കസ് ഓൺ US-India റിലേഷൻസ് ആൻഡ് ദ റീജിയൻസ് ഡൈനാമിക്സ്. അപ്പൊ ഇതിന്റെ കീ പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കണ്ടിന്യൂറ്റി ഇൻ US-India റിലേഷൻസ്. നമുക്കറിയാം US-India റിലേഷൻസ് കുറെ നാളായിട്ട് വർഷങ്ങളായിട്ട് നല്ല സ്ട്രെങ്തൺ ആയിട്ട് ചെയ്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്, എസ്പെഷ്യലി ഇൻ കൗണ്ടറിങ് ചൈനാസ് ഇൻഫ്ലുവൻസ്. ട്രംപിന്റെ റീഇലക്ഷൻ എന്ന് പറയുന്നത് എക്സ്പെക്ട് ചെയ്യുന്ന എന്താണ്, ടു മെയിൻറ്റെയിൻ ആൻഡ് പൊട്ടൻഷ്യലി ഡീപ്പൻ ദിസ് കോപ്പറേഷൻ. ഈ കോപ്പറേഷൻ കുറച്ചുകൂടെ, നമുക്കറിയാം ട്രംപ് നമ്മുടെ ഗുജറാത്തിലൊക്കെ കുറെ നാൾ മുന്നേ വിസിറ്റ് ചെയ്ത കാര്യമൊക്കെ നമുക്കറിയാവുന്നതാണ്. ട്രംപ് ആ സമയത്ത് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഒരു ഇവന്റ് ഒക്കെ നമ്മൾ ഗുജറാത്തിലൊക്കെ കണ്ടക്ട് ചെയ്ത കാര്യമൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണ്. സോ നല്ലൊരു റിലേഷൻസ് ആയിരിക്കും. സോ ദിസ് വിൽ ഡീപ്പൻ ദിസ് കോപ്പറേഷൻ, focusing on shared strategic goals rather than democracy or human rights concerns. ബൈഡൻ ഗവൺമെന്റിൽ കൂടുതലായിട്ടും എന്താ അവർ ഫോക്കസ് ചെയ്തിട്ടുണ്ട്, ഡെമോക്രസി അതുപോലെ ഹ്യൂമൻ റൈറ്റ്സ് കൺസേൺസ് ഒക്കെ അഡ്രസ് ചെയ്യുക, അത് അപ്ഹോൾഡ് ചെയ്യുക, കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഹ്യൂമൻ റൈറ്റ്സ് അപ്ഹോൾഡ് ചെയ്യുക, അതൊക്കെയായിരുന്നു അവരുടെ കൺസേൺ. എങ്കിൽ ഇവിടെ കുറച്ചുകൂടെ ഷെയർഡ് സ്ട്രാറ്റജിക് ഗോൾസ്, അതിലൊക്കെ കുറച്ചുകൂടെ കോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ട്രംപ് ഗവൺമെന്റ് വന്നിരിക്കുന്നതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. റെഡ്യൂസ്ഡ് ഡിസോണൻസ്, നമ്മൾ തൊട്ടു മുന്നേ പറഞ്ഞു, ബൈഡന്റെ അഡ്മിനിസ്ട്രേഷന്റെ എംഫസിസ് എന്ന് പറഞ്ഞാൽ ഡെമോക്രസി, ഹ്യൂമൻ റൈറ്റ്സ് ഒക്കെ മുതലായ കാര്യങ്ങളാണ്. പക്ഷെ ട്രംപിന്റെ കുറച്ച് പോളിസി പ്രയോറിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മോർ അലൈൻ വിത്ത് ക്ലോസ്ലി വിത്ത് ഇന്ത്യസ് റീജിയണൽ സ്ട്രാറ്റജി. അവിടെ കുറച്ചുകൂടെ റീജിയൻ സ്പെസിഫിക് ആയിട്ടുള്ള സ്ട്രാറ്റജി, അതിലൊക്കെ കുറച്ചുകൂടെ ട്രംപ് പോളിസീസ് പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ട്. His return could reduce tensions arising from issues like US sanctions on Indian firms and differing approaches towards Bangladesh and Myanmar. അപ്പം ആ കാര്യങ്ങളിലൊക്കെ എന്താ കുറച്ചുകൂടെ ടെൻഷൻസ് കുറയ്ക്കാൻ സാധിക്കും US-ന്റെ സാങ്ഷൻസിന്റെ കാര്യത്തിൽ. ഓക്കെ, ഇനി അടുത്ത റീജിയണൽ ഡൈനാമിക്സ് ആണ്. ട്രംപ്സ് കൺഫ്രണ്ടേഷണൽ സ്റ്റാൻസ് ടുവേർഡ് ചൈന വിൽ പ്രസ് സൗത്ത് ഏഷ്യൻ കൺട്രീസ് ടു അലൈൻ മോർ വിത്ത് US ഇൻട്രസ്റ്റ്. അപ്പം ട്രംപ് ശരിക്കും ഈ ചൈന ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു കൺഫ്രണ്ടേഷണൽ സ്റ്റാൻഡ്, ഒരു വിരോധമുള്ള ഒരു സ്റ്റാൻഡാണ് അവരെടുക്കുന്നത്, ട്രംപ് എടുക്കുന്നത്. അത് കുറച്ചുകൂടെ സൗത്ത് ഏഷ്യൻ കൺട്രീസിൽ ആ ഒരു US-ന്റെ ഇൻട്രസ്റ്റുമായിട്ട് അലൈൻ ചെയ്തു പോകണം. അപ്പൊ അവിടെ ഒരു ബാലൻസ് കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ആ കാര്യം ഒരു ലിമിറ്റിംഗ് ദർ എബിലിറ്റി ടു ബാലൻസ് ബിറ്റ്വീൻ ഗ്രേറ്റ് പവേഴ്സ്. കാരണം ഇവിടെ ഒരു വൈരുദ്ധ്യമുണ്ട് അമേരിക്ക ചൈന തമ്മിൽ ട്രംപ് വരുന്ന സമയത്ത്. ഓക്കെ, ഹിസ് approach may benefit countries like Sri Lanka, Myanmar, and the Taliban by prioritizing economic and strategic assistance over governance or human rights concerns. അവിടെ കുറച്ചുകൂടെ നമ്മൾ പറഞ്ഞു, ഹ്യൂമൻ റൈറ്റ്സ് കൺസേൺസിനും ഗവർണൻസിനും ഡെമോക്രസിക്കും അപ്പുറം അദ്ദേഹം കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് എക്കണോമിക് ആൻഡ് സ്ട്രാറ്റജിക് അസിസ്റ്റൻസ് കൊടുക്കുക, അതിലൂടെ അവിടെ ഒരു സ്വാധീനം ചെലുത്തുക, അതിനൊക്കെ അദ്ദേഹത്തിന് നല്ല ഒരു കേപ്പബിലിറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞു റീജിയൻ സ്പെസിഫിക് ആയിട്ടുള്ള ഗോൾസ് ഒക്കെ അദ്ദേഹത്തിന് കുറെ അധികം ഉണ്ട്. അപ്പം ബൈഡന്റെ അഡ്മിനിസ്ട്രേഷൻ കൂടുതലും ഒരു ഡെമോക്രസി അതുപോലെ ഹ്യൂമൻ റൈറ്റ്സ് കൺസേൺസിനൊക്കെ കുറച്ചുകൂടെ പ്രാധാന്യം കൊടുക്കുന്നതായിരുന്നു. ബംഗ്ലാദേശ് മൈറ്റ് ഫേസ് ചാലഞ്ചസ് ഡ്യൂ ടു റെഡ്യൂസ്ഡ് US ഫോക്കസ് ഓൺ ഡെമോക്രസി പ്രൊമോഷൻ. നമുക്കറിയാം കഴിഞ്ഞ തവണയായിട്ട് ഒരു വർഷങ്ങളായിട്ട് ഷെയ്ഖ് ഹസീനയുടെ ഗവൺമെന്റ് ഒക്കെ ഇറങ്ങി, ഇപ്പൊ അവിടെ ഒരു ഇന്ററിം ഗവൺമെന്റ് ആണ് ഭരിക്കുന്നത്. അപ്പൊ അവിടെ കുറച്ച് ഡെമോക്രസിയുടെ പ്രൊമോഷൻസ് ഒക്കെ കുറയുന്നതുകൊണ്ട് തന്നെ US-ന്റെ ആ ഒരു ഫോക്കസ് ഡെമോക്രസിയിലേക്ക് അതിൽ നിന്ന് കുറച്ച് കുറയുന്നതിലൂടെ, അതായത് ബൈഡനേക്കാൾ ചേഞ്ച് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇദ്ദേഹം ട്രംപ് വരുമ്പോൾ ഡെമോക്രസിയുടെ കാര്യത്തിലൊന്നും അത്ര പുള്ളിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ആളാണ്. അപ്പം താല്പര്യം ഇല്ല എന്ന് ഉദ്ദേശിച്ചത് ഇൻ ദ സെൻസ് ബൈഡനെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ അത് മാത്രമല്ല, അദ്ദേഹത്തിന് വേറെ കുറെ കൺസേൺസ് ഉണ്ട്. സോ ബംഗ്ലാദേശിനെ പോലുള്ള രാജ്യങ്ങൾ കുറച്ചുകൂടി ഡെമോക്രസി വരണം, ഷെയ്ഖ് ഹസീന തിരിച്ചു റിട്ടേൺ ചെയ്യണമെന്നൊക്കെ ഉള്ള ആർഗ്യുമെന്റ്സ് ഒക്കെ വരുന്ന സമയത്ത് എന്താണ് അവിടെ ബംഗ്ലാദേശ് കുറച്ച് ചലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്യും. പിന്നെ അടുത്ത് എക്കണോമിക് ആൻഡ് സ്ട്രാറ്റജിക് ഇംപ്ലിക്കേഷൻസ്. നമ്മൾ പറഞ്ഞു ട്രംപിന്റെ potential resolution of global crises such as Russia-Ukraine war could alleviate economic pressures on South Asia by stabilizing food and fuel prices. അവിടെ കുറച്ചുകൂടെ ട്രംപ് കുറച്ചുകൂടെ പ്രോബ്ലംസ് ഒക്കെ ഇത് റിസോൾവ് ചെയ്യാൻ കുറച്ചുകൂടെ കേപ്പബിലിറ്റി ഉണ്ട്. സോ അവിടെ ഒരു എക്കണോമിക് പ്രഷേഴ്സ് ഒക്കെ സൗത്ത് ഏഷ്യയിൽ അപ്പൊ കുറയാൻ ചാൻസസ് ഉണ്ട്, സ്റ്റെബിലൈസിംഗ് ഫുഡ് ആൻഡ് ഫ്യൂൽ പ്രൈസസ്. However, South Asian countries might face heightened demands in
റെസിപ്രോസിറ്റി ഇൻ ഡിഫൻസ് ആൻഡ് എക്കണോമിക് പാർട്ണർഷിപ്പ്. അവിടെ കുറച്ചുകൂടെ റീജിയൻ സ്പെസിഫിക് ആയിട്ട് ഈ കാര്യമൊക്കെ കൊടുക്കുമ്പോൾ ട്രംപും കുറെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഇംപ്ലിക്കേഷൻസ് ഒക്കെ ഉന്നം വെച്ചിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്. സോ അവിടെ കുറച്ചുകൂടെ റെസിപ്രോസിറ്റി ഡിമാൻഡ്സ് ഇൻ റെസിപ്രോസിറ്റി ഇൻ ഡിഫൻസ് ആൻഡ് എക്കണോമിക് പാർട്ണർഷിപ്സ് അതൊക്കെ സൗത്ത് ഏഷ്യൻ കൺട്രീസ് ഫേസ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അവിടെ കുറച്ചുകൂടെ ഡിമാൻഡ് വെക്കും ട്രംപ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അസിസ്റ്റൻസ് കൊടുക്കുമ്പോൾ എന്താ അതിലൊരു റെസിപ്രോസിറ്റി. നമ്മുടെ പണ്ടത്തെ ഫോറിൻ പോളിസി അറിയാം, നമ്മൾ എന്താ ഫോളോ ചെയ്തോണ്ടിരുന്നത്, നോൺ റെസിപ്രോസിറ്റി ഫോളോ ചെയ്യണമെന്നൊക്കെയായിരുന്നു പണ്ടത്തെ ഗുജറാൾ ഡോക്ടറിനിലൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ എന്താ കുറച്ചുകൂടെ റെസിപ്രോസിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഒരു കാര്യം കൊടുക്കുമ്പോൾ അതിന് എതിരെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇങ്ങോട്ട് പ്രതീക്ഷിക്കാറുണ്ട്. ഓക്കെ, അതിനെയാണ് റെസിപ്രോസിറ്റി എന്ന് ഉദ്ദേശിച്ചത്. ഓക്കെ, അത് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വരുമ്പോൾ അതൊക്കെ ചാൻസസ് ഉണ്ട്. പിന്നെ അടുത്ത് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ചാലഞ്ചസ്. ട്രംപിന്റെ ലീഡർഷിപ്പ് സ്റ്റൈല്, ആ ഒരു എറാറ്റിക് ഡിസിഷൻ മേക്കിംഗ്, അവിടെ ഒരു കൺസിസ്റ്റന്റ് അല്ലാത്ത ഒരു ഡിസിഷൻ മേക്കിംഗ്, അതാണ് എറാറ്റിക് എന്ന് ഉദ്ദേശിക്കുന്നത്. കുഡ് ബ്രിങ് അൺപ്രഡിക്റ്റബിലിറ്റി. അവിടെ എന്താ ചെയ്യാൻ പോകുന്നത് അത് നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും. അപ്പൊ ആ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി കൊണ്ടുവരും. ബട്ട് ഓൾസോ ഓപ്പർച്യൂണിറ്റീസ് ഫോർ കൊളാബറേഷൻ. കുറെ കൊളാബറേഷനുള്ള ഓപ്പർച്യൂണിറ്റീസ് പക്ഷെ ഉണ്ടാവും. സൗത്ത് ഏഷ്യൻ കൺട്രീസ് വിൽ നീഡ് ടു നാവിഗേറ്റ് US China കോമ്പറ്റീഷൻ വൈൽ ബാലൻസിങ് ദർ റിലേഷൻസ് വിത്ത് ഇന്ത്യ ആൻഡ് ദ US. അവിടെ എന്താ സൗത്ത് ഏഷ്യൻ കൺട്രീസിന് കുറച്ചുകൂടെ US China കോമ്പറ്റീഷൻ നാവിഗേറ്റ് ചെയ്യണം വൈൽ ബാലൻസിങ് ദർ റിലേഷൻസ് വിത്ത് ഇന്ത്യ ആൻഡ് US. മൊത്തത്തിൽ ഒരു സമ്മറി പറയുകയാണെങ്കിൽ ട്രംപിന്റെ പവറിലേക്കുള്ള റിട്ടേൺ എന്ന് പറയുന്ന ഒരു മിക്സ് ആണ് നമുക്ക് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഒരു കണ്ടിന്യൂറ്റിയുടെ പഴയ കാര്യങ്ങളുടെ ഒരു കണ്ടിന്യൂറ്റിയുടെ ഒരു മിക്സും ഉണ്ട്, പക്ഷെ കുറെ ന്യൂ ചലഞ്ചസും സൗത്ത് ഏഷ്യയിൽ വരുന്നുണ്ട്. വിത്ത് ആൻ എൻഹാൻസ്ഡ് US India പാർട്ണർഷിപ്പ് ലൈക്ലി അറ്റ് ദ ഫോർ ഫ്രണ്ട് ഓഫ് റീജിയൻസ് ഇവോൾവിംഗ് ജിയോ പൊളിറ്റിക്സ്. അപ്പം ഈ ജിയോ പൊളിറ്റിക്കലി നോക്കുമ്പോഴത്തേനും US India പാർട്ണർഷിപ്പിന്റെ കുറച്ചുകൂടെ ഒരു ഫോർ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക ആ റീജിയന്റെ ഇവോൾവിംഗ് ജിയോ പൊളിറ്റിക്സ്, അതിനൊക്കെ കുറെ ഈ ഒരു പാർട്ണർഷിപ്പ് സഹായിക്കും. പിന്നെ അടുത്തത് നമുക്കൊരു പ്രിലിംസ് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു മുന്നത്തെ ആ ജഡ്ജിന്റെ ഒരു കേസ് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ഇട്ടേക്കുന്നത്. ഇതൊരു PYQ ആണ്, ജഡ്ജിനെ റിമൂവ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ ഇംപീച്ച് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ നമുക്ക് ആ PYQ എന്താണെന്ന് നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. The motion to impeach a judge of the Supreme Court of India cannot be rejected by the Speaker of Lok Sabha as per the Judges Inquiry Act 1968. The Constitution of India defines and gives details of what constitutes incapacity and proved misbehavior of judges of the Supreme Court of India. The details of the process of impeachment of the judges of the Supreme Court of India are given in the Judges Inquiry Act 1968. If the motion for the impeachment of a judge is taken up for voting, the law requires the motion to be backed by each house of the parliament and supported by a majority of total membership of that house and by not less than 2/3 of total members of the house present and voting. അപ്പം which of the statements given above is or are correct എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ A 1 and 2, ഓപ്ഷൻ B 3 only, ഓപ്ഷൻ C 3 and 4 only, ഓപ്ഷൻ D 1, 3 and 4 only. എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുന്നതിന്റെ ആൻസർ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. നമ്മൾ പഠിച്ചതാണിത്. സോ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ പ്രധാനപ്പെട്ട ആർട്ടിക്കിളും അത് നമ്മൾ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂലും മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സോ ക്വയറീസോ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. Welcoming all that. So happy learning. Thank you so much.